ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ഇപ്പോൾ പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ ചൂടത്ത് പുറത്ത് പോയിട്ട് വന്നാൽ തന്നെ നമ്മുടെ ഫേസെല്ലാം ഭയങ്കരമായിട്ട് ഡള്ളാവുന്നു. അപ്പോൾ അതിന് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വെജിറ്റബിൾസൊക്കെ വെച്ച് നമ്മൾ എങ്ങനെയാണ് ആ ടാനിനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവൻ വീഡിയോസും ഇരുന്ന് വാച്ച് ചെയ്യുക. കാരണം വളരെ കുറച്ച് സമയമൊക്കെ നമ്മൾ എടുക്കുന്നുള്ളൂ, വീഡിയോസിന് കുറേ ടൈമോ നമ്മൾ എടുക്കുന്നു. അപ്പോൾ എന്തായാലും മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ അറിയിക്കുക കേട്ടോ. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പുറത്തൊക്കെ പോയി കരുവാളിച്ച് വരുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും, ഭയങ്കര ഒരു ഫീൽ ഭയങ്കര ബാഡായിരിക്കും. അയ്യോ ഭയങ്കര എൻ്റെ സ്കിൻ ഭയങ്കര ഡള്ളായി പോയല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും നമുക്ക് ബേസിക്കായിട്ട് നമുക്കറിയാം സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്താലും നമ്മൾ ഒരു 2 hours 3 hours വീണ്ടും നമ്മൾ റീഫിൽ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ചില എല്ലാ സൺസ്ക്രീനും കുറേ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ ഒരു 2 to 3 hours കഴിയുമ്പോൾ വീണ്ടും നമ്മൾ വാഷ് ചെയ്ത് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എത്രത്തോളം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ചിലവർ പല യാത്രയിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് അതുപോലെയൊന്നും പ്രോപ്പറായിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ നമ്മൾ പല പല യാത്രകളും, ഇപ്പോൾ എല്ലാവർക്കും അറിയാം വെക്കേഷൻ ടൈമൊക്കെയാണ്. അപ്പോൾ ഒരുപാട് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു സമയത്തൊക്കെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഫേസ് ഭയങ്കര ഡള്ളായി പോകുന്നതായിട്ടൊക്കെ തോന്നാം. അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം അത് കഴിഞ്ഞ് വന്ന് നിങ്ങൾ പാർലറിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റാൻ ചെയ്യാം. അതല്ല ഡീറ്റാൻ നമുക്ക് പാക്ക് വാങ്ങിച്ചിട്ട് വന്നും നമ്മൾ ഡീറ്റാൻ ഉള്ളത് ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞു, ടാൻ റിമൂവൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട്. പക്ഷെ അതല്ലാതെ നമുക്ക് നമ്മളുടെ നമ്മളുടെ അടുക്കളയിൽ തന്നെ കിട്ടുന്ന കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്താലോ. നമുക്ക് നോക്കാം. ഏറ്റവും ബെറ്ററായിട്ടുള്ളത് ടൊമാറ്റോ, ടാൻ മാറ്റാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മളിതുപോലെ നല്ല വെയിലത്തൊക്കെ പോയി വന്ന് സ്കിന്നൊന്ന് ഡള്ളായി എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളുടെ ടൊമാറ്റോ വെച്ച് നല്ലപോലെ മസാജ് കൊടുത്ത് ഒരു 10-15 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാഷ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ, ഇപ്പോൾ നമ്മൾ രാവിലെയൊക്കെ പോയി ഉച്ചയ്ക്കൊക്കെ തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഒരു ഡൾനെസ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ ടാനിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അത് കൂടാതെ ചിലവർ പറയും ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുവാണ്, പക്ഷേ എന്നാൽ പോലും എൻ്റെ ഫേസിൽ ഭയങ്കര ടാൻ വരുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീട്ടിലിരിക്കുന്നവരാണ്, വർക്കിനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ പുറത്ത് പോകേണ്ട ആവശ്യമില്ലാത്തവരാണെങ്കിലും നമുക്ക് സൺറൈസ് നമ്മളുടെ സ്കിന്നിലേക്ക് വരാനുള്ള എല്ലാ ചാൻസും, വീട്ടിനകത്തിരുന്നാൽ പോലും നമുക്ക് സൺറൈസ് കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീട്ടിനകത്ത് ഇരിക്കുവാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്നുള്ളത് നമ്മളത് പ്രോപ്പറായിട്ട് എടുക്കണം. പ്ലസ് നമ്മൾ ഇതുപോലെ ഒരു പാക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. നമുക്കറിയാം, നമുക്ക് എല്ലാ വീട്ടിലും കാണുന്നതാണ് ടൊമാറ്റോ അല്ലേ. അപ്പോൾ അതില്ലാത്ത വീടൊന്നുമില്ല. അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്ന പോലെ കൊടുക്കുക. ദെൻ നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്തെടുക്കുക. ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ആ ഒരു ടൈമിൽ കിട്ടുന്ന ടാനിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം പല ആൾക്കാരും ഇതുപോലെ പോയി വന്ന് വെറുതെ ഒരു പ്ലെയിൻ വാഷൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ ടാൻ അവിടെ തന്നെ കിടക്കുവാണ്. പിന്നെ നമ്മൾ ഡീറ്റാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ കുറേ സംഭവങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതേ സമയത്ത് നമ്മളൊന്ന് പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു തക്കാളിയൊക്കെ എടുത്തൊന്ന് നന്നായിട്ടൊന്ന് ഒരു മസാജ് കൊടുക്കുന്ന രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10-15 minutes വെച്ചിട്ട് അതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞ് ആ സ്പോട്ടിൽ ഉണ്ടാവുന്ന ടാനിനെ നമുക്ക് നല്ലപോലെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി ടൊമാറ്റോ മാത്രമാണോ എന്ന് ചോദിച്ചാൽ വേറൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം. നമ്മളുടെ കുക്കുംബർ ജ്യൂസ് നിങ്ങൾക്ക് കുടിക്കാം. പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു സമ്മറിൻ്റെ ടൈമിൽ വെയിലത്ത്
ഒന്ന് വരുമ്പോൾ കുക്കുംബർ ജ്യൂസായിട്ട് കുടിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പ്ലസ് നമുക്ക് കുക്കുംബർ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം. അതും ഒരു 10 to 15 മിനിറ്റ്സ് വെക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്ത് നമ്മൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് മിക്ക ആൾക്കാരും നമ്മളോട് ചോദിക്കും, ഫേസ് മാത്രമാണോ അത് കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുമോ? തീർച്ചയായിട്ടും നമ്മൾ ഈ ടൊമാറ്റോ ആണെങ്കിലും ശരി നിങ്ങളുടെ കയ്യിലെല്ലാം നല്ലപോലെ മസാജ് ചെയ്യും. കാരണം കൈയൊക്കെ പെട്ടെന്ന് ടാൻ ആവും. അതുകൊണ്ട് അതിൽ നമ്മൾ കയ്യിലൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം ഇതിനൊന്നൊക്കെ അത്ര ഒരു വലിയ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ കുക്കുംബർ ജ്യൂസ് വളരെ നല്ലൊരു സംഭവമാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മൾ കണ്ണിന് ചുറ്റുമൊക്കെ ഭയങ്കര ടാനൊക്കെ ഉള്ളവർക്കും നമുക്കിത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ദെൻ അതൊരു കിഴി പോലെ കെട്ടി നമ്മളുടെ കണ്ണിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ഒന്ന് മസാജ് ചെയ്ത പോലെ കൊടുക്കുക, ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഐ നല്ല പോലെ എന്താ പറയുക ബ്രൈറ്റ് ആവും. ആ ഒരു ഏരിയ നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു ഡാർക്ക്നെസ്സിനെ നമുക്ക് നല്ലതുപോലെ കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ജ്യൂസ് പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം ഒരു പാക്ക് പോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ, അതായത് ആ സ്പോട്ടിൽ തന്നെ നമ്മളുടെ ഫേസിലുള്ള അൺഈവൺ മാറ്റും. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമ്മളുടെ സ്കിന്നിലേക്ക് വന്നിട്ടുള്ള ടാനിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോവാം. പക്ഷേ എല്ലാം കൂടി എല്ലാത്തിലും നമുക്കറിയാമല്ലോ ഏറ്റവും ബെസ്റ്റും പ്ലസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടിയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ടൊമാറ്റോ, ദെൻ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കുക്കുംബർ ജ്യൂസ്. പിന്നെ കേടൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അത് ഒരുപാട് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ കേടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് തൈര് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതിനേക്കാളൊക്കെ ബെറ്ററാണ്, ഈസിയാണ്, നമുക്ക് ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ടൊമാറ്റോ പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, പ്ലസ് ഒന്ന് മസാജ് ചെയ്ത് വിടുക. സോ നല്ല പോലെ വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കയ്യിലെല്ലാം തന്നെ കൊടുക്കുക. സെയിം അതുപോലെ നമുക്ക് കുക്കുംബർ എന്ന് വെച്ചിട്ട് രണ്ടും ചെയ്യണോ എന്ന് ചോദിച്ചാൽ രണ്ടും ചെയ്യണ്ട. നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചെയ്യുക. കുക്കുംബർ അറിയാമല്ലോ നമുക്ക് എപ്പോഴും നമ്മളുടെ ബോഡി ടെമ്പറേച്ചറിനെ നോർമൽ ലെവലിലേക്ക് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു കൂളിംഗ് എഫക്റ്റാണ്, പ്ലസ് ടാൻ റിമൂവ് ചെയ്യാൻ എല്ലാത്തിനും കുക്കുംബർ നമ്മൾ ഡയറ്റിൻ്റെ ഒരു പാർട്ടും കൂടിയാണ്. സോ നമുക്ക് എല്ലാ രീതിയിലും കുക്കുംബർ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് കുക്കുംബറും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുറത്തൊക്കെ പോയി ഈ ചൂടൊക്കെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ആ സ്പോട്ടിൽ കിട്ടുന്ന ആ ഒരു ടാനിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും. പിന്നെ ഈ ഒരു സംഭവം ചെറിയ പിള്ളേർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. കാരണം കുട്ടികളിപ്പോൾ നല്ല ചൂടത്ത് പോയി കളിക്കുന്ന കുട്ടികളൊക്കെ ആണല്ലോ, പുറത്തൊക്കെ പോയി വെക്കേഷനൊക്കെയാണ്, പുറത്തൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ പിള്ളേർക്ക് അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നും ചോദിക്കാം. കുട്ടികളിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, അതായത് ഒരു കുഴപ്പമില്ല, നമ്മളുടെ സ്കിൻ മെച്ചോർഡായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കെമിക്കലായിക്കോട്ടെ അതുപോലെ ഇതുപോലെയുള്ള സംഭവങ്ങളാണെങ്കിലും ഞാൻ പറയുമ്പോൾ സ്കിൻ മെച്ചോർഡായിട്ട് ചെയ്യാവൂന്നേ പറയാറുള്ളൂ. പിള്ളേർക്ക് നമുക്കൊരു 14-15 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒരു മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ സ്പോട്ടിലുണ്ടാവുന്ന ഒരു ടാനിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കൈകാലൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാവരും പറയും ഫേസ് മാത്രമാണെന്ന്. ഇല്ല, നമ്മളെ നെക്കിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിള്ളേർ സ്കിൻ മെച്ചോർഡായിട്ട് ചെയ്യുക. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും, അതായത് 10 വയസ്സ് 9 വയസ്സ് 10 വയസ്സ് അങ്ങനെയുള്ള കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. കുട്ടികൾക്ക് എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം ബേബി സൺസ്ക്രീൻ ഒരുപാട് കമ്പനികളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ തീർച്ചയായിട്ടും പിള്ളേർ പുറത്ത് പോകുമ്പോഴും അപ്ലൈ ചെയ്ത് വിടുക. തിരിച്ച് വന്നാലും ഫേസ് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളാണെങ്കിലും ശരി, വീട്ടിൽ വന്നല്ലോ എന്ന് വെച്ച് വെറുതെ ഇരിക്കാതെ ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാക്കൊക്കെ ഇടുവാണെങ്കിൽ അതിന് ശേഷം നന്നായിട്ട് സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യുക. മോയ്സ്ചർ ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ ഡേ ടൈം ആണെങ്കിൽ സൺസ്ക്രീൻ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ടാനിനെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഉള്ള സ്കിൻ കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചൂട് സമയത്ത്. പിന്നെ നമുക്കറിയില്ല നമ്മുടെ ഡയറ്റ്, നമ്മുടെ ഫുഡ്, അതൊക്കെ കറക്റ്റായിട്ട് പോവുക. കാരണം ഓരോ സീസണിലും നമ്മൾ എടുക്കേണ്ട ഫുഡിൻ്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം ഇതെല്ലാം നമുക്ക് നമ്മൾ എന്താണോ അകത്ത് കൊടുക്കുന്നത് അതും കൂടിയാണ് നമ്മളുടെ പുറത്ത് നമുക്ക് കാണുക. അപ്പോൾ എപ്പോഴും അതും ഫ്രൂട്ട്സ് കാര്യങ്ങൾ, വെജിറ്റബിൾസ്, കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളുടെ
ഫുഡിൻ്റെ ഒരു പാർട്ടാക്കാൻ വേണ്ടിയും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇനി പുറത്ത് പോയി വന്ന് കരുവാളിച്ച് വന്നല്ലോ, അയ്യോ ഭയങ്കര പ്രശ്നമാണല്ലോ, ടാൻ അടിച്ചല്ലോ, പെട്ടെന്ന് എന്ത് ചെയ്യും എന്നുള്ളത് വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു ഡീറ്റാൻ്റെ കാര്യം, അതൊരു എവരി 15 days കൂടുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ അതും നല്ലതാണ്. സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് ചെയ്യുക. ഇതുപോലെ പോയി വന്നതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലത്തെ പാക്ക് ഇടുക കേട്ടോ. അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റും അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് അറിയണം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്തും കൂടി പറയുക കേട്ടോ. കാരണം നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിലൂടെ ആൻസറായിട്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോ ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ മാം ഇതിനെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മൈൻഡിനകത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എന്താണെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കാരണം നമുക്ക് ഒരുപാട് ബ്യൂട്ടി നോളേജ് ആയിരിക്കും നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.